എന്ന് നീ വാങ്ങുന്ന എനിക്കൊന്ന് കാണണം. വിട്. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? തന്നിട്ട് പോൻ. എന്താടാ ഇത്? പതുക്കെ. അതങ്ങത്താ. നിന്നോടാ ചോദിച്ചത് ഇതെന്താന്ന്. ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ലേ? ആരും അറിയണ്ട. അതങ്ങ് തന്നേക്ക്. ഇതെന്താണെന്ന് പറയാതെ തരുന്ന പ്രശ്നമല്ല രാഹുൽ. സത്യം പറ, എന്താ ഇത്? അമ്മവാ, മോശപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എന്റെ ചേച്ചി അയക്കുന്ന അമ്മാവന് തോന്നുന്നുണ്ടോ? എല്ലാം അന്വേഷിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ ഈ ആലോചനയുമായി ഇങ്ങോട്ട് വന്നത്. അമ്മാവും മറുത്ത് ഒന്നും പറയണ്ട. സേനൻ സാറിനോട് പെണ്ണ് കാണാൻ വരാൻ പറയാൻ പോവാ ഞാൻ. ചേച്ചിയുടെ എതിർപ്പൊക്കെ താനെ മാറിക്കൊള്ളൂ. ഞാൻ എതിർക്കാനോ അനുകൂലിക്കാനോ പോയില്ല. കാരണം എനിക്കെന്ന് സ്വന്തമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും എന്തു പറയുന്നോ അതനുസരിക്കാം, അത്ര തന്നെ. ചന്ദ്രസേനൻ നല്ലവനാണെന്ന് രാഹുൽ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും എതിർപ്പൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം രാഹുലിനും 2 കൂട്ടാളികൾക്കൊപ്പം പെണ്ണ് കാണാനെത്തി. നീ കണ്ടിട്ടുള്ളതല്ലേ ചെറുക്കനെ? മുമ്പൊരിക്കെ രാഹുൽ എന്താ? ചേച്ചിയോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യ? മുമ്പ് സംസാരിച്ച അതേ കാര്യമാണെങ്കിൽ അതെനിക്ക് കേൾക്കണമെന്നില്ല. നീ പറയുകയും വേണ്ട. അതല്ല, വേറെ ചില കാര്യങ്ങളാ. എന്റെ കാര്യങ്ങളാ. നിന്റെ കാര്യങ്ങളോ? അതൊക്കെ ഇപ്പൊ തന്നെ പറയണോ? നാളെ രാവിലെ പറയാലോ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതൊക്കെ ചേച്ചിയോട് പറയാനാ ഞാൻ വന്നത്. ശരി, കേറി വാ. എന്താ നിനക്ക് പറയാനുള്ളത്? വേഗം പറ. എനിക്ക് കിടന്ന് ഉറങ്ങണം. എന്നോട് നിങ്ങൾക്കൊക്കെ വല്ലാത്ത ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതിന് കാരണവും നീ ഉണ്ടാക്കിയത് തന്നെയല്ലേ? ശരിയാ, എല്ലാത്തിനും ഞാൻ തന്നെ കുഴപ്പക്കാരൻ. അതെനിക്കറിയാം ചേച്ചി. +2 കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. ബാംഗ്ലൂർ പോയതാ എല്ലാം അവതാളത്തിലാക്കിയത്. ബാംഗ്ലൂരിൽ പോയത് മാത്രമാണോ പ്രശ്നം? എത്രയോ കുട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് നന്നായി പഠിച്ചു വരുന്നു. പിന്നെ നിനക്കെന്താ അത് പറ്റാതിരുന്നത്? പഠിക്കാൻ പോകുന്നവൻ പഠിക്കണം. മറ്റ് സുഖങ്ങൾ തേടിപ്പോയാൽ ഇങ്ങനെ വഴിയാധാരാവോ എന്ന് മനസ്സിലായല്ലോ. ശരിയാ ചേച്ചി. അവിടെ പഠിച്ച കാലത്ത് കൂട്ടുകൂടി കുറെ അധികം തെമ്മടത്തരങ്ങൾ ഞാൻ ചെയ്തു. കുറെ അധികം ദുശീലങ്ങളുടെ അടിമയാകുകയും ചെയ്തു. ഒരുപാട് തെറ്റുകളും ചെയ്തു. മോചനമില്ലാത്ത വിധം അതിന്റെ വലയത്തിൽ ഞാൻ അകപ്പെട്ടു പോയി ചേച്ചി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് എത്രയോ മാർഗമുണ്ട്. അതെനിക്കറിയാം ചേച്ചി. അതുകൊണ്ടാ ഞാൻ എല്ലാം അവസാനിപ്പിച്ചത്. ചേച്ചി പറഞ്ഞ പോലെ ഒരു രക്ഷാമാർഗം കണ്ടെത്തിയത്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് കരകയറി വരികയായിരുന്നു ഞാൻ. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ തെറ്റുകളുടെ ഇരുണ്ട ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന സേനൻ സാറ് എന്നെ പുതിയൊരാളാക്കി മാറ്റുകയായിരുന്നു. പഴയ കൂട്ടുകെട്ടുകളും തെറ്റുകളും ഉപേക്ഷിച്ച് ഇന്ന് ഞാനൊരു പുതിയ രാഹുലായതിന്റെ സകല ക്രെഡിറ്റും സേനൻ സാറിനുള്ളതാണ്. ഇന്നെന്താടി നിന്റെ ദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ? മറന്നുപോയോ? ഏയ്, അങ്ങനെ വരില്ല. സൂര്യനുദിക്കാൻ മറന്നാലും ദേവൻ ഉദിക്കാൻ മറക്കില്ലല്ലോ. ഇന്ന് എന്തു പറ്റിയാവോ? നിന്നെ മറന്നോ? രാവിലെ ആളെ കണ്ടില്ല. അയ്യോ പാവം, ഇന്നിനി ഉറക്കമില്ലാത്ത രാത്രി ആയിരിക്കുമല്ലോ നിനക്ക്. എവിടെ പോയതാണാവോ? ആണുങ്ങളല്ലേടി, പല അത്യാവശ്യങ്ങളും കാണുമല്ലോ. എപ്പോഴും നിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? ഓടി, എന്റെ പുറകെ നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആളെ രാവിലെയും കണ്ടില്ല, വൈകിട്ടും കാണുന്നില്ല. അതിന്റെ ഒരു ആശങ്ക.
നീ ഇങ്ങനെ വിഷമിച്ചാലോ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കുറച്ച് ദിവസമായി ഞാൻ പറയണമെന്ന് കരുതിയതാ. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ പറയാനും പറ്റുന്നില്ല. എന്താ? ദേവൻ സാറിന്റെ കാര്യത്തിൽ നീ വല്ലാതെ ഇൻവോൾവഡ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇതൊക്കെ ഒരു തമാശയാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ കരുതി ഒരു കൗതുകം മാത്രമായിരിക്കുമെന്ന്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു നീ അതിനും അപ്പുറത്തേക്ക് പോയിന്ന്. അത്രയ്ക്കൊക്കെ വേണോ? നാളെ നീ വേദനിക്കുന്നത് കാണാനിടവരരുതെന്ന് കരുതിയാ ഞാനീ പറയുന്നത്. അതെന്താ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? നീ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതി നിഷേധിച്ചാലും ശരി, എനിക്കറിയാം ദേവൻ സാറിന് നിനക്ക് ഇഷ്ടമാണെന്ന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേവൻ സാറിന് നിന്നെയും ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് വരെ നിങ്ങൾ മനസ്സോർന്ന് സംസാരിക്കുകയോ പരസ്പരം ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയോ ചെയ്തിട്ടില്ല. ഒരു ലവ് അഫെയർ പല കാരണങ്ങൾ കൊണ്ടും ബ്രേക്കപ്പ് ആകാം. അങ്ങനെ വന്ന ആണുങ്ങളെക്കാളും അത് ബാധിക്കുന്നത് പെണ്ണുങ്ങളെയാ. ഇഷ്ടപ്പെട്ട പുരുഷനെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ ഒരു പെണ്ണിന് വലിയ ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ? ഒന്നുകിൽ നീ ദേവൻ സാറിനോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, ഭാവി കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നീ ഇത്രമാത്രം ഇൻവോൾവ് ആകാതിരിക്കുക. അപ്പൊ പിന്നെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും അത്രയേറെ നിനക്ക് വേദനിക്കേണ്ടി വരില്ല. നീ പറഞ്ഞതിൽ കുറെയൊക്കെ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദേവൻ സാറിന് എനിക്ക് ഇഷ്ടം, എന്നും കാണാറുമുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലൊഴികെ ഞങ്ങൾ അധികം സംസാരിച്ചിട്ടുമില്ല. അങ്ങനൊരു ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടല്ലേ സാറിനെ കാണാതെ വന്നപ്പോ എനിക്ക് ആശങ്ക തോന്നിയത്. ദേവൻ സാർ അല്ലേ അത്? ദേവൻ സാർ, ദേവൻ സാർ, സാറെന്താന്ന് ബൈക്ക് എടുക്കാതെ നടന്ന്? അടുത്ത് കുറെ ദൂരം പോണം. ബൈക്ക് പോവില്ലല്ലോ അങ്ങോട്ട്. രണ്ടു ദിവസമായി സാറിനെ കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലാന്ന് തോന്നുന്നു. ഇന്നലെയും വീട്ടിൽ തന്നെ ആയിരുന്നു അല്ലേ? ഇന്നലെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു അല്ലേ? സാറിന് അമ്മയെ അത്ര ഇഷ്ടമായിരുന്നു അല്ലേ? ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നറിഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. സാർ, സോറി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇത്രയും വിഷമം തോന്നുമെന്ന് അറിഞ്ഞൂല്ല. സോറി. ആ കാര്യം നമുക്ക് സംസാരിക്കണ്ട. എന്തു പറ്റി അമ്മായി? കുറെ നേരമായി ഇവിടെ വന്ന് നിൽക്കുന്നു. ഓ, ഞാനിങ്ങനെ മോളുടെ കാര്യങ്ങൾ ആലോചിച്ച് നിന്നതാ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നൊരു തോന്നൽ. അമ്മായി വിഷമിക്കാതെ, എല്ലാറ്റിനും നമുക്ക് വഴി കാണാമെന്നേ. ഇങ്ങനെ പോയാൽ എന്റെ മോള് കെട്ടുപ്രായം കഴിഞ്ഞാലും തേരാപ്പാര നടക്കത്തേ ഉള്ളൂ. നമുക്ക് വീരഭദ്രൻ സാറിനോട് കല്യാണക്കാര്യം പറഞ്ഞാലോ? വിഷ്ണുവിനെ കൊണ്ട് പറയിപ്പിക്കാം. അത് പറയാറായിട്ടില്ല അമ്മായി. അച്ഛനും തോന്നണ്ടേ ഇത് ദേവേട്ടന് പറ്റിയ പെണ്ണാണെന്ന്? ഇനി അച്ഛൻ പറഞ്ഞാൽ തന്നെ ദേവേട്ടനും മനസ്സിൽ ചെറിയൊരു ഇഷ്ടമെങ്കിലും തോന്നണ്ടേ? അതാ എനിക്കും സംശയം. ഇത്ര നാളായിട്ടും ദേവൻ വല്ലിയോട് ഒരു ഇഷ്ടവും കാണിക്കുന്നില്ല. അമ്മായി, ഇത്രയും നാളും ബ്രഹ്മചാരിയാണെന്നും പറഞ്ഞ് സ്ത്രീവിരോധിയായി നടന്ന ആളല്ലേ ദേവേട്ടൻ. ആ മനസ്സിലോട്ട് ഒരു പെണ്ണിന് കയറണമെങ്കിൽ കുറച്ച് സമയമെടുക്കില്ലേ? ഇപ്പൊ തന്നെ എന്തുമാത്രം മാറ്റം ഉണ്ടായി. ദേവേട്ടന്റെ കൂടെ ഇന്ന് വരെ ബൈക്കിലോ കാറിലോ ഏതെങ്കിലും ഒരു പെണ്ണ് സഞ്ചരിച്ചിട്ടുണ്ടോ? വലിയത് സാധിച്ചില്ലേ? അതുപോലെ ക്രമേണ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം തന്നെ നടക്കുമെന്നേ. നടന്നാ മതിയായിരുന്നു. ടീച്ചറിന് അണ്ണനോട് ഇഷ്ടമുണ്ടെന്ന് നേരിട്ട് പറയാൻ മടിയുണ്ടായോണ്ടാ അതിന് പകരം സമ്മാനം വെച്ചത്.